Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu al-atamani al-akmalani ala khatamil anbiya'i wal mursalin Nabiyina Muhammadin wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. Thumma amma ba'd. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ ഭവനത്തിൽ സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അസ്വാദിഖ് എന്ന നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വ ഇന്നാ ലസ്വാദിഖൂൻ, തീർച്ചയായും നാം സത്യസന്ധനാകുന്നു എന്ന്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സിദ്ഖ്, സത്യസന്ധതയുടെ അവസ്ഥയും അതിൻ്റെ പ്രത്യേകതയും? ഇതാണിവിടെ നമ്മൾ ഇന്ന് പ്രധാനമായി മനസ്സിലാക്കുന്നത്. വിശിഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയ അവൻ്റെ വാഗ്ദാനങ്ങളിൽ അല്ലാഹു ആ വാഗ്ദാനം പുലർത്തുന്നവനും അത് സാക്ഷാത്കരിക്കുന്നവനും അത് നിറവേറ്റുന്നവനുമാണ്, യഥാവിധം സത്യപൂർവം. പക്ഷേ പലരും ഇന്ന് ചില ഇച്ഛാഭംഗങ്ങളിൽ നൈരാശ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണുള്ളത്. അള്ളാഹു അവൻ്റെ പ്രവചനങ്ങളിലും വാഗ്ദാനങ്ങളിലും തികഞ്ഞ സത്യസന്ധനാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങളെ പുലർത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവചനങ്ങളിൽ സത്യസന്ധനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് പ്രവചിച്ചിട്ടുണ്ടോ അതിവിടെ സത്യമായി പുലർന്നിട്ടുമുണ്ട്. ഇതൊക്കെയാണ് അസ്വാദിഖ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. വിശ്വാസികളെ സഹായിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വിശ്വസിച്ചവർ, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് അള്ളാഹു ഭൂമിയിൽ സ്വാധീനമരുളും, അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു തൃപ്തിപ്പെടുത്തിയ ദീനുൽ ഇസ്ലാം, ആ ദീനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വാധീനം ഉറപ്പിക്കും, അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവർക്ക്, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർക്ക് നിർഭയത്വം നൽകും, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ചരിത്രത്തിൽ അങ്ങനെ അള്ളാഹു വാഗ്ദാനം നൽകിയത്, അള്ളാഹു പുലർത്തിയതും അള്ളാഹു നിറവേറ്റിയതും നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ, പൂർവ്വപിതാക്കന്മാരുടെ, പൂർവ്വ നബിമാരുടെ ചരിത്രത്തിൽ, പൂർവ്വസൂരികളുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു വാഗ്ദാനം നൽകിയ ആ വാഗ്ദാനങ്ങൾ ഇന്ന് പല മുസ്ലിമീങ്ങളിലും പുലരുന്നില്ല, കാണുന്നില്ല എന്നുള്ളതിൻ്റെ ദയനീയ കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ അസ്വാദിഖ് എന്നുള്ള ഈ നാമം
അത് അർത്ഥമാക്കുന്നത് എന്ത്? അസ്വാദിഖ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വാഗ്ദാനം ചെയ്തത് പുലർത്തുന്നവൻ, സാക്ഷാത്കരിക്കുന്നവൻ എന്നർത്ഥം പറയുമ്പോൾ ആരിലാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പുലരുക? ആരുടെ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവചനങ്ങൾ സാക്ഷാത്കൃതമാവുക? ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം. ആദ്യം നമ്മൾ ചില ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ചരിത്രങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഹിജ്റ വർഷം 6 എന്താണ് സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. വിശ്വാസികളും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. നിർഭയരായി പ്രവേശിക്കും. തലമുണ്ടവനം ചെയ്തവരായി, തലമുടി വെട്ടിയവരായി പ്രവേശിക്കും. ഒരു പേടിയില്ലാതെ. ഇതൊക്കെയാണ് സ്വപ്നം. അത് ഹിജ്റയുടെ 6 അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് നൽകുന്ന സ്വപ്നം അത് വഹയാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനം കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ കണ്ട സ്വപ്നം സഹാബത്തിനോട് പറഞ്ഞു. നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നു എന്ന കാര്യം അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അഭിലാഷമാണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ട്? തങ്ങൾ മദീനയിലാണുള്ളത്. മക്കയിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടവരാണ്. മക്കയിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെട്ടവരാണ്. ഉറ്റവരെയും ഉടയവരെയും സ്വാർത്ഥമായവയെയും സ്വന്തങ്ങളെയും ഒക്കെ വിട്ടേച്ച് പലായനം ചെയ്തവരാണ് മദീനയിലുള്ള വിശ്വാസികൾ, മുഹാജിരീങ്ങൾ. അതുകൊണ്ട് തന്നെ നിർഭയരായി മക്കയിൽ പ്രവേശിക്കുക, തലമുണ്ടനം ചെയ്തവരായി, തലമുടി വെട്ടിയവരായി മക്കയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? കേവലം കൂട്ടുകുടുംബാദികളെ കാണാനും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും പരിചയം പുതുക്കാനും പ്രവേശിക്കുക എന്നുള്ളതിനപ്പുറം കഅബ തവാഫ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ കഅബത്തിങ്കൽ നമസ്കരിക്കാനുള്ള അവസരമുണ്ട്. സഫാ മർവക്കിടയിൽ സഅയിനുള്ള അവസരമുണ്ട്. അവിടെ അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രതീക്ഷയെ ഏറ്റിയത്, അവരുടെ പ്രതീക്ഷയിൽ താല്പര്യം കൂട്ടിയത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വപ്നം അവർ സാഗൂതം കേട്ടു. അതവരുടെ മനസ്സിൽ നന്നായി സ്വാധീനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വർഷം ഹിജ്റാബ്ദം 6 1400 സഹാബത്തിനെയും കൊണ്ട്, 1400 പേർ അടങ്ങുന്ന സഹാബത്തിനെയും കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനക്ക് നിന്ന് അവർ പുറപ്പെട്ട് മക്കയിലെത്താറായപ്പോഴത്തേക്ക് ഉപരോധം വന്നു. മക്കക്കാർ ഈ 1400 പേരടങ്ങുന്ന സഹാബത്തിനെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു. മക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ഭീതിജനകമായ ചില അവസ്ഥകൾ സംജാതായി. ചില ഒളിപ്പോരാളികളിലൂടെ ഇവരെ ആക്രമിക്കുവാനുള്ള അവസ്ഥ ഉണ്ടായി മുശ്രിക്കീങ്ങളുടെ പക്ഷത്തു നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇഹ്റാമിലാണ് പോണത്, ആയുധധാരികളല്ല. ഇഹ്റാമിൽ എന്താ ആയുധം? അതുകൊണ്ട് ഉംറ നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത്. ആ മുഹ്രിമീങ്ങളായ ആളുകളെയാണ് ഒളിപ്പോരാളികളായും മറ്റും ആയുധധാരികൾ വന്നിട്ട് പ്രതിരോധിക്കുന്നത്, അറ്റാക്കിന് ഒരുങ്ങുന്നത്. ഹുദൈബിയയുടെ അടുക്കലേക്ക് മാറി നിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ ഹറമിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കണില്ല, കാബയോടടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം അതാണ് ഹുദൈബിയ സന്ധിയിൽ കലാശിച്ചത്. ഹുദൈബിയ സന്ധിയിൽ ആ സന്ധി പ്രകാരം ഒരു നിബന്ധന എന്താ? ഇഹ്റാമിൽ വന്നവരോട് പറയാണ്, ഈ വർഷം മടങ്ങിപ്പോണം, മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല, അടുത്ത വർഷം വന്നിട്ട് നിങ്ങൾക്ക് ഉംറ വീട്ടാം എന്ന്. എല്ലാവരും ഇഹ്റാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൂടെയുള്ള ബലിമൃഗത്തെ അറുക്കാൻ പറയാണ്, മടങ്ങാൻ പറയണം. അപ്പോൾ
കപടവിശ്വാസികളുണ്ട് കൂടെ. അൽ ജിദ് ബിൻ ഖൈസ് ബിൻ പോലുള്ള കപടവിശ്വാസികളുണ്ട്. അവരെന്താ പറയണത്? മുഹമ്മദ് നമുക്ക് വാഗ്ദാനം ചെയ്തു നമ്മൾ മക്കയിൽ പ്രവേശിക്കുമെന്ന്. തലമുണ്ടനം ചെയ്തവരായി, മുടിയെടുത്തവരായി മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്ന് വാഗ്ദാനം നൽകി, നിർഭയരായി. ഇപ്പം നിർഭയത്വമല്ല, ഉംറയില്ല, മക്കയിൽ പ്രവേശിക്കാനും ആയില്ല, അതാ മടങ്ങുന്നു എന്ന രീതിയിൽ കപടവിശ്വാസികൾ അവസരം മുതലെടുത്ത് പ്രചരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഖദ് സദഖല്ലാഹു റസൂലഹു الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا എന്ന്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ആയത്തിറക്കിയത്? ലഖദ് സദഖല്ലാഹ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹു സത്യമായി പുലർത്തി, സാക്ഷാത്കൃതമാക്കി. ആരോട്? റസൂലഹു, അല്ലാഹുവിൻ്റെ റസൂലിനോട്. എന്ത്? അർറുയ, ആ സ്വപ്നം. ഏ സ്വപ്നം? ഹിജ്റയുടെ 6 കണ്ട സ്വപ്നം. ആ യഥാവിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സത്യസന്ധമാക്കി റസൂലിന് സാക്ഷാത്കൃതമാക്കി കൊടുത്തു എന്ന് അല്ലാഹു ലഖദ് സദഖല്ല. അവിടെ ലാമ് അർത്ഥാക്കണമെന്ന് അറിയാം. ലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. അതിന് മുമ്പ് ഒരു ലാമ് വന്ന് ലഖദ്. വല്ലാഹി എന്ന മാന അതിൻ്റെ തുടക്കത്തിലുണ്ട്. അതാണ് അല്ലാമു തൗതിയ ലിൽ ഖസം എന്നാണ്. അവിടെ ഒരു സത്യം ഉണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ് ആ ലാമ് വന്നത്. അപ്പോൾ അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിൻ്റെ റസൂലിന് കാണിച്ച സ്വപ്നം അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എങ്ങനെ? ആമിനീൻ, നിർഭയരായി. മുഹല്ലിഖീന റൂസക്കും, നിങ്ങളുടെ തലകൾ നിങ്ങൾ മുണ്ടനം ചെയ്തവരായി. വമുഖസ്സിരീൻ, തലമുടി വെട്ടിയവരായും. ലാ തഖാഫൂൻ, ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. അങ്ങനെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഫഅലിമ മാ ലം തഅലമു, നിങ്ങൾക്കറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് അള്ളാഹ്ക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ ഇவ்விதം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ട സ്വപ്നം അത് സത്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷാത്കരിക്കുകയുണ്ടായി. അതാണ് സ്വദഖ എന്നാണ് പറഞ്ഞത്. അള്ളാഹിൻ്റെ പേര് നമ്മൾ സംസാരിക്കണമെന്ന് സ്വാദിഖ് എന്നാണ്. അതിൻ്റെ ക്രിയയാണ് സ്വദഖ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമായി അള്ളാഹു സാക്ഷാത്കൃതമാക്കുക, പുലർത്തുക എന്നുള്ളതാണ്. അങ്ങനെ പുലർത്തുന്നവൻ എന്നാണ് സ്വാദിഖ് എന്നുള്ളത് അർത്ഥം. എന്താ സംഭവിച്ചത്? ഹിജ്റയുടെ 6 തുടക്കത്തിലാണ് സ്വപ്നം. ഹിജ്റയുടെ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാഇന് വന്നു. ഉംറത്തുൽ ഖളാ എന്ന് പറഞ്ഞാൽ ഖളാ വീട്ടാനുള്ള ഉംറ. 6 ഉപരോധിക്കപ്പെട്ട് മടങ്ങിപ്പോന്നില്ലേ, ഇഹ്റാം കഴിച്ചു പോന്നില്ലേ? ആ ഉംറ 7 പൂർത്തീകരിക്കാൻ അവസരം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉംറക്ക് പോയി. ആരും തടുക്കാനില്ല, ആരും പേടിക്കേണ്ടതുമില്ല. അവരുടെ പ്രൊട്ടക്ഷനിൽ, അതാണ് മനസ്സിലല്ലേ. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഉംറയിൽ ഹജറുൽ അസ്വദിൻ്റെയും റുക്നു ഷാമിയുടെയും ഭാഗം, അവിടെയാണ് ഖുവൈഖിയാൻ എന്ന് പറയുന്ന കുന്നുള്ളത്. ഖുവൈഖിയാൻ അതേപോലെ അബൂ ഖുബൈസ്, 2 മലകൾ പ്രസിദ്ധമാണ് മക്കയിൽ. സഫ കുന്നിന് നേരെ ഇന്ന് രാജകൊട്ടാരൊക്കെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് ജബൽ അബി ഖുബൈസ്, അറിയപ്പെട്ടൊരു പർവ്വതമാണ്. പിന്നെ മർവ കുന്നിന് നേരെ കാണുന്ന വലിയ കുന്നുണ്ട്, വലിയൊരു കുന്നാണ്. ആ കുന്നാണ് ഖുവൈഖിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്ന്. മനസ്സിലായോ? ഈ ജബൽ ഖുവൈഖിയാൻ്റെ ഭാഗത്തും അതേപോലെ ഹിജ്റിൻ്റെ ഭാഗത്തും, ഹിജ്ർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബത്തിൻ്റെ ഭാഗം, വളർച്ച കിട്ടിയ ഭാഗമല്ലേ, ആ ഭാഗത്തും മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തു? ഒരു പാറാവുകാരെ പോലെ കാഴ്ചക്കാരായിട്ട് നിൽക്കുക. എന്താണ് ഇപ്പോൾ ഇവർ ചെയ്യാൻ പോണെന്നുള്ളത് ആരും തടുക്കാൻ വന്നില്ല,
ആരും അവരുടെ കായിക ആയുധ ശേഷിയൊട്ട് പ്രയോഗിച്ചതുമില്ല. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഇതിന് മുമ്പ് വന്നപ്പോൾ എല്ലാവരും ആയുധധാരികളാണ്. ഹുദൈബിയയിൽ തടഞ്ഞു, ഹറമിലേക്ക് പോലും പ്രവേശിക്കാനാകാതെയാണ് മടക്കി വിട്ടത്. ഇതങ്ങനെയല്ല, ഇതെല്ലാവരും നോക്കിക്കാണ്. നിർഭയരായി റസൂലുള്ള വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി മക്കയിൽ 13 വർഷകാലം ഉണ്ടായില്ലേ? ആ 13 വർഷ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാബയ്ക്ക് ചുറ്റും നിൽക്കാനോ തവാഫ് ചെയ്യാനോ നിസ്കരിക്കാനോ അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ 13 വർഷ കാലഘട്ടം. മാത്രമല്ല ഈ ഒരു വർഷം വരെ ഹിജറയ്ക്ക് ശേഷം, ഇതിപ്പോൾ 7ാമത്തെ വർഷമാണ് ഹിജറയുടെ, അപ്പോൾ 7 വർഷക്കാലം ഒരു മുസ്ലിമിനും അവിടെ തവാഫ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല മര്യാദയ്ക്ക്. നിർഭയത്വത്തിൽ അവിടെ ഒരു തവാഫിന് നിസ്കാരത്തിന് അവസരമല്ല. അപ്പോൾ 13 വർഷം മക്ക കാലഘട്ടം അന്നില്ലാത്ത, പിന്നെ 6 വർഷം മദീനയിൽ, അപ്പോൾ എത്രയായി? 13 6 19 19 വർഷ കാലഘട്ടം ഈ വർഷത്തേതുപോലെ ഒരു അവസരം ഉണ്ടായിട്ടില്ല തവാഫ് ചെയ്യാനും നിസ്കരിക്കാനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചിരുന്നത് മക്ക കാലഘട്ടത്തിൽ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, അബൂജഹലിനെ കുറിച്ച് പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ നിന്നാൽ ആ നബിയെ തടുക്കുന്നവനെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിനെ നിസ്കരിക്കാൻ സമ്മതിച്ചിരുന്നില്ല. റസൂലുള്ളാഹി നിസ്കരിച്ചപ്പോഴായിരുന്നു അവർ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് മുതുകിൽ ചാർത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല ചതച്ച് അരക്കാൻ അവർ കാലോന്നി വന്നിരുന്നത്. നിസ്കരിക്കാൻ നിർഭയത്തുണ്ടായിരുന്നില്ല, തവാഫിന് നിർഭയത്തുണ്ടായിരുന്നില്ല. ഈ നീണ്ട 19 വർഷ കാലഘട്ടം ഇല്ലാത്ത സുരക്ഷിതത്വവും നിർഭയത്വമാണ് ഇവിടെ തെളിഞ്ഞത്. കണ്ടോ? എല്ലാവരും ഇതുവരെ ആക്രമിച്ചിരുന്നവരൊക്കെ ഉണ്ട് 2 ഭാഗത്തും, കഅബയുടെ 2 ഭാഗത്തും, ഹിജറിൻ്റെ ഭാഗത്തുമുണ്ട്, ഖുഐഖാൻ ജബലിൻ്റെ ഭാഗത്തുമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? നിർഭയനായി സഹാബത്തിനോടൊപ്പം വന്നിട്ട് തവാഫ് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹദീസിൽ കാണാം, ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങിയിട്ടാണല്ലോ തവാഫ് ഹജറുൽ അസ്വദിൽ അവസാനിക്കും വിധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവാഫ് തുടങ്ങിയപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അവിടുന്ന് ഓടാൻ പറഞ്ഞു. ഏതുവരെ? റുക്കുനുൽ യമാനി വരെ. റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നടക്കാൻ പറഞ്ഞു. അതെന്തിനാണെന്നറിയാം? തവാഫിന് വേണ്ടി മുസ്ലിമീങ്ങൾ വന്നപ്പോൾ, ഉംറ ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മക്കക്കാർ പറയാണ്, മുഹമ്മദും കൂട്ടരും മദീനത്തിൽ നിന്ന് വരുന്നുണ്ട്, മദീനക്കാരാകെ എപ്പോഴും ഒരു രോഗപകർച്ചയിലും പനിയിലുമാണ്. മദീനത്ത് അങ്ങനെ ഒരു പനിയായിരുന്നു പണ്ട്, യസ്രിബ് എന്ന് പറയുന്നിടത്ത് പനിയായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് ഹിജ്റ വന്നിട്ടും ആ പനി ഉണ്ടായിരുന്നു. വിറച്ച് പനിക്കും, ഭയങ്കര കാലാവസ്ഥ, ഒരിക്കലും രുചിക്കാത്ത ചേരാത്ത രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കളിയാക്കിയിട്ട് പറയാണ്, മദീനയിലെ യസ്രിബിലെ പനിയായിട്ടാണ് മുഹമ്മദും കൂട്ടരും വരുന്നത്, അവരെങ്ങനെയാണ് തവാഫ് ചെയ്യണത്, അവരൊക്കെ ഇതൊന്ന് കാണണം, വിറച്ച് പനിച്ചിങ്ങനെ കഴിയാത്ത രീതിയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ കാണുന്ന സ്ഥലത്ത് ഓടാൻ പറഞ്ഞു. മനസ്സിലല്ലേ? അങ്ങനെ ഹജറുൽ അസ്വദിൽ നിന്ന് ഓടിയിട്ടാണ് തവാഫ്. ഏതുവരെ? റുക്കുനുൽ യമാനി വരെ. റുക്കുനുൽ യമാനി മുതൽ ഹജർ വരെ നടക്കും. കാരണം അവിടെ കാണാൻ ആളില്ല, ഇപ്പുറത്താണ് കാണാൻ ആളുള്ളത്, മുശ്രിക്കീങ്ങളുള്ളത്. മനസ്സിലായോ? അവർ കാണുന്നിടത്ത് ഓടാൻ പറഞ്ഞു. അതാണ് തവാഫിൽ 3 റൗണ്ട് നമ്മൾ റമൽ നടത്തുന്നത്, ഓടുന്നത്, കാലടുപ്പിച്ച് വെച്ച് ഓടുന്നത്. പിന്നെ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം, ഈ തവാഫിൻ്റെ 3 റൗണ്ട് ഇവർ ഓടി തവാഫ് ചെയ്തപ്പോൾ മുശ്രിക്കീങ്ങൾ പറയാണ്, നമ്മൾ വിചാരിച്ച മാതിരി പനിയൊന്നും അല്ലട്ടോ, വിറയൊന്നും അല്ലട്ടോ, ഇവർ മാൻ ഓടും പോലെയാണ് ഓടുന്നതെന്ന് പറയുന്നത് ഹദീസിൽ കാണാം. മാന് ഓടുന്നത് പോലെ ഇവർ ഓടുന്നു, ഇവർക്കൊരു പനിയില്ല, ഇവർക്കൊരു ക്ഷീണമല്ല, ഇവർ ഭയങ്കര ശക്തന്മാരാണ് എന്ന് മുശ്രിക്കീങ്ങൾ പറയാൻ തുടങ്ങി എന്നാണ്. ആ രീതിയിൽ ഓടി 3 റൗണ്ട് ഓടിയപ്പോൾ തന്നെ അവർക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഇനി നടന്നാൽ മതി, ഇനി ബാക്കിയുള്ള 7 റൗണ്ട് 7ൽ 4 റൗണ്ട് അത് നമ്മൾ നടന്ന് തവാഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? 4 നടന്നും തവാഫ് പൂർത്തിയാക്കി. മനസ്സിലായി? ഇന്നും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ആദ്യം 3 റൗണ്ട് തവാഫുൽ ഖുദൂമിൽ എന്താണ്? റമലാണ്, കാലടുപ്പിച്ച് വെച്ചിട്ടുള്ള ഓട്ടാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലുള്ളത് കാരണത്താൽ നമുക്ക് ഓടാൻ കഴിയില്ല എന്ന് മാത്രം. അതില്ല എങ്കിൽ നമ്മൾ ഓടിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ തവാഫ് 3 നിർവഹിക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത്, നീണ്ട വർഷങ്ങൾ തവാഫ് ചെയ്യാൻ, നിസ്കരിക്കാൻ, ദുആ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അവസരം പുലർന്നത് എപ്പോഴാണ്? ഹിജ്റയുടെ 7ാമത്തെ കൊല്ലാണ്. അത് എങ്ങനെയാണ്? അത് അള്ളാഹു നൽകിയ വാഗ്ദാനാണ്.
ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ആമിനീൻ, നിർഭയരായിട്ട്, ഒരാളെയും പേടിക്കേണ്ടതില്ല. അതേപോലെ മുഹല്ലിഖീന റൂസക്കും വമുഖസ്സിരീൻ, ഉംറ ചെയ്തിട്ട് തലമുണ്ടനം ചെയ്യാം, തലമുടി വെട്ടാം, ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്. ലാ തഖാഫൂൻ, പേടിക്കണ്ട. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് അള്ളാഹു പുലർത്തിയത് നമ്മൾ കാണുകയാണ്. ആരോടാണ് അള്ളാഹിൻ്റെ വാഗ്ദാനം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരോടാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം? സ്വഹാബത്തിനോട്. അത് അള്ളാഹു സാക്ഷാത്കരിച്ചത് നമ്മൾ കാണാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയത് അള്ളാഹു പുലർത്തുക തന്നെ ചെയ്യും. മാത്രമല്ല, വാഗ്ദാനത്തിൻ്റെ ഒടുവിൽ ഫജഅല മിൻ ദൂനി ദാലിക ഫതഹൻ ഖരീബ എന്നാണ്. ഇതിനെ കൂടാതെ അള്ളാഹു ഒരു അടുത്ത് തന്നെ ഭവിക്കാനുള്ള വിജയവും നിശ്ചയിച്ചു എന്നാണ്. അതെന്താ? ഇത് ഹിജ്റയുടെ 7 ഉംറത്തുൽ ഖളാഇന് വാഗ്ദാനം അത് പുലർത്തി, അത് നടന്നു. അള്ളാഹു ഇതുകൂടാതെ ഒരു അടുത്ത് തന്നെ ഭവിക്കാനുള്ള വിജയവും നൽകി എന്നാണ്. എന്താ വിജയം? അതാണ് ഹിജ്റയുടെ 8 പുലർന്ന മക്കം ഫതഹ്. ഇത് 7 ഹിജ്റയുടെ 8 എന്തുണ്ടായത്? റമദാൻ മാസത്തിൽ മക്ക ഫതഹായത്. മനസ്സിലായില്ലേ? മക്ക മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 വരുന്ന സഹാബത്തിനോടൊപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനതയിൽ വന്നു. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പൂർത്തീകരിച്ചു. അതിനെ ചരിത്രം നമ്മളിവിടെ എന്ത് ചെയ്യാണ്? മനസ്സിലാക്കാൻ ഈ ഒരു മഹാചരിത്രത്തിലൂടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്വാദിഖ്, വാഗ്ദാനം ചെയ്തത് സത്യമായി പുലർത്തുന്ന, സാക്ഷാത്കരിക്കുന്ന അള്ളാഹു, അവൻ അത് സാക്ഷാത്കരിച്ചു കൊടുത്തതിൻ്റെ ഉദാഹരണമാണ്. ഇതുപോലെ നമുക്ക് ചരിത്രങ്ങൾ വായിക്കാൻ ധാരാളം ചരിത്രമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ആശൂറയിലാണ്. ആശൂറ എന്ന് പറഞ്ഞപ്പോൾ മാസം കഴിഞ്ഞില്ലേ? ആശൂറ ഉദിച്ചു. മുഹറം 10, ഇന്ന് താസുവയായിരുന്നു. മുഹറം 9, നാളെ ആശൂറ, ചരിത്രപ്രസിദ്ധമായ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൗമുൻ മിൻ അയ്യാമില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിജയം ആ ദിവസത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ചരിത്രവും കാഴ്ച വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യൗമുൻ മിൻ അയ്യാമില്ല എന്നതിന് പറയുന്നത്. ആശൂറായിൽ നമ്മൾ നോമ്പെടുക്കണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത്, നമ്മുടെ ഹബീബിന് മുമ്പും നബിമാർ നോമ്പെടുത്ത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ നോമ്പിന് നാന്തി കുറിച്ച്. എന്തുകൊണ്ട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആശൂറ, മുഹറം 10. അള്ളാഹുവിൻ്റെ ശത്രുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തിയ ദിവസമാണ് ആശൂറ, ഫിർഔനെയും അവൻ്റെ കിങ്കരന്മാരെയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലർത്തിയ ഒരു പ്രധാന ദിവസമാണ് ആശൂറ, മുഹറം 10. എന്താ അള്ളാഹുവിൻ്റെ വാഗ്ദാനം? അതാണ്, അള്ളാഹു സ്വാദിഖാണ്. വാഗ്ദാനങ്ങളിൽ അള്ളാഹു സത്യസന്ധനാണ്. അത് അവൻ പുലർത്തും. അത് സത്യസന്ധമായി അള്ളാഹു സാക്ഷാത്കരിക്കും എന്നതിൻ്റെ ചരിത്രം. അതിന് ആശൂറ സാക്ഷിയാണ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും ഈജിപ്തിൽ എങ്ങനെയായിരുന്നു? ഇസ്രായേല്യർ പൊതുവിൽ ഈജിപ്തിൽ എങ്ങനെയായിരുന്നു? ഫിർഔന്റെ കിരാത ഭരണത്തിലും അക്രമ തേർവാഴ്ചയിലുമായിരുന്നു. ഇസ്രായേല്യർ അവരിലെ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങൾ നിഷ്ഠൂരം വധിക്കപ്പെടുമായിരുന്നു, അറുത്തുകൊല്ല. അതാണ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുക, ആണുങ്ങളെ പിറക്കുന്ന ആണാണെന്ന് പറഞ്ഞാലും അറുത്തുകൊല്ലാൻ കൽപ്പിക്കുന്ന ഫറോവൻ. പിന്നെ ഇസ്രായേല്യർ അവർ ഈജിപ്തിലെ അടിസ്ഥാന വർഗം കോപ്റ്റിക് വംശജരാണ്. അതുകൊണ്ട് തന്നെ കുടിയേറിയവർ എന്ന നിലക്ക്
ഇസ്രായേല്യരോട് ഹീനമായ സമീപനായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബി ആയതിൽ പിന്നെ ഇസ്രായേല്യരോട് പറയുന്നുണ്ട്, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേല്യരോട് പറഞ്ഞത്? ഇസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടിക്കോളി, വസ്ബിറു, ക്ഷമിച്ച് സഹിച്ച് പിടിച്ചു നിന്നോളി, ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി ആർക്കുള്ളതാ? ഭൂമി അള്ളാഹുവിനുള്ളതാ. യൂരിസുഹാ മൻ യശാ, ഭൂമിയിൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ആധിപത്യം നൽകുക. ഇവിടെ അള്ളാഹു അനന്തരാവകാശികളാക്കുക ആരെയാണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ്. മിൻ ഇബാദി, അള്ളാഹിൻ്റെ ദാസന്മാരിൽ. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് നല്ല പര്യവസാനം. അതുകൊണ്ട് അള്ളാഹിനോട് സഹായം തേടി ക്ഷമിച്ച് നിന്നോളിയും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേല്യരോട് പറയാണ്. അപ്പോൾ ഇസ്രായേല്യർ പ്രതികരിക്കുകയാണ്, ഊദീന മിൻ ഖബലി അൻ തഅതിയന വമിൻ ബഅദി മാ ജിഅതന. മൂസ, നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, നിങ്ങൾ വന്നിട്ടും ഞങ്ങൾ ഇതാ പീഡനത്തിന് വിധേയരാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ അള്ളാഹു നശിപ്പിക്കും. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് പിൻഗാമിത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഫയൻദുറ കൈഫ തഅമലൂൻ, അവിടെ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ അള്ളാഹു നശിപ്പിക്കും. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രു ഇവിടുന്ന് പോകും, നിങ്ങൾ ഇവിടെ തങ്ങും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വാഗ്ദാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേല്യരോട് പറയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുലർത്തിയില്ലേ? അതല്ലേ ആശൂറ നമ്മളോട് പറയുന്നത്? എന്താ ആശൂറ പറയുന്നത്? വഔറസ്നൽ ഖൗമല്ലദീന കാനൂ യസ്തദഅഫൂന മശാരിഖൽ അർളി വമഗാരിബഹ അല്ലതി ബാറക്നാ ഫീഹാ, അള്ളാഹു അനുഗ്രഹമരുളിയ നാടുണ്ട്, അതിൻ്റെ പശ്ചിമ പൗരസ്ത്യ ധ്രുവങ്ങളിൽ മർദ്ദിതരായി ഗണിക്കപ്പെട്ടിരുന്നവർക്ക് അള്ളാഹു ഇവിടെ പിൻഗാമിത്വം നിശ്ചയിച്ചു. അള്ളാഹു അവർക്കാണ് ഇവിടെ ശേഷിപ്പ് നൽകിയത്, അനന്തരത്വം നൽകിയത്. പിന്നെയോ വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്ന അലാ ബനി ഇസ്രായീൽ ബിമാ സബറു, തങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യരിൽ അവൻ്റെ സൽവചനം പുലർത്തി. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔനു വഖൗമുഹു വമാ കാനൂ യഅരിശൂൻ, ഫിർഔനും അവൻ്റെ ജനതയും നിർമ്മിച്ചതുണ്ടാക്കിയതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണാക്കി. ഫിർഔനും അവൻ്റെ ജനതയും നിർമ്മിച്ചതൊക്കെയും അള്ളാഹു തകർത്തു തരിപ്പണാക്കി. ഭൂമിയിൽ മർദ്ദിതരായി ഗണിക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇസ്രായേല്യർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിവിടെ ആധിപത്യം അരുളി, മേൽക്കോയ്മ നൽകി. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വചനത്തിൽ പറയുന്നത്. അത് പുലർന്നത് അതിൻ്റെ തുടക്കം ആശൂറായിലാണ്. ഇസ്രായേല്യരുടെ ചരിത്രം ആ ചരിത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചരിത്രം നമ്മൾ വായിക്കുന്നത് ഇതാണ്. ഒരു വിലയുണ്ടായിരുന്നില്ല ഈജിപ്തിൻ്റെ മണ്ണിൽ ഇസ്രായേല്യർക്ക്. പതിത വിഭാഗമായിരുന്നു. സാമൂഹ്യ ശ്രേണിയിൽ അവർ അടിമകളെ പോലെയായിരുന്നു. അടിമകളായി ഗണിക്കപ്പെട്ടവർ, പീഡിതർ, അവർ മേൽക്കോയ്മ നേടിയ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലും അങ്ങനെ വായിക്കുന്നുണ്ട്. അടിമകളായി വന്നവർ ഉടമകളായി മുസ്ലിം നാടുകളെ ഭരിച്ച ചരിത്രം നമ്മൾ വായിക്കണില്ലേ? അടിമകൾ എന്തായിട്ടുണ്ട്? നാട് ഭരിക്കുന്ന അധിപന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കയ്യിലാണ് ഈ ദുനിയാവ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, വാനങ്ങളുടെ മുൽക്ക് അള്ളാഹുവിന് പ്രത്യേകമാണ്, ഭൂമിയുടെ മുൽക്കും അള്ളാഹ്ക്ക് പ്രത്യേകമാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിക്കുപരിയിൽ നിഗളിക്കുന്ന അഹങ്കരിക്കുന്ന ആളുകളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ പലതും കടന്നു വരുന്നത്. മനസ്സിലല്ലേ? ഇപ്പം നമ്മൾ കുറേ കാറ്റുകളുടെ പേര് പഠിച്ചില്ലേ, ചുഴലികളുടെ പേര് പഠിച്ചില്ലേ, തിരമാലകളുടെ പേര് പഠിച്ചില്ലേ,
അതിശൈത്യം, അതേപോലെ തന്നെ ചില ചുഴലികൾ, തിരമാലകൾ, കാറ്റ്, വന്ധ്യമായ കാറ്റുകൾ, അതും അതിശക്തമായ കൊടുങ്കാറ്റുകൾ, അതേപോലെ തന്നെ ഇടി, മിന്ന്, ഇതൊക്കെ നമ്മൾ ഇപ്പം ഈ വർത്തമാന യുഗത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എന്താണ് അതൊക്കെ? തങ്ങളെല്ലാമാണ് എന്ന് നിഗളിക്കുന്ന, നെളിയുന്ന ആളുകളെ കേവലം ചോദ്യചിഹ്നങ്ങളാക്കിയിട്ട് പ്രകൃതിയിൽ പലതും അരങ്ങേറുകയാണ്. ഒരു കാറ്റ് മതി ലക്ഷങ്ങൾ നശിപ്പിക്കപ്പെടാൻ. ഒരു ചുഴലി മതി ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥതയെ തകിടം മറിക്കാൻ. 6 വർഷം കൊണ്ട് ചില ഭീകരന്മാർ പല നാടുകളെയും തകർക്കുവാനും തരിപ്പണാക്കാനും പണിപ്പെടുന്നുണ്ട്. പക്ഷെ ചില കാറ്റുകൾക്ക് 6 ദിവസം മതി അവർ ചെയ്ത പണി അവരുടെ നാടുകളിൽ കാഴ്ചവെക്കാൻ. ദൃശ്യമാധ്യമങ്ങൾ എത്ര മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും, എത്ര മുണ്ടിട്ട് മൂടിയാലും നാണം മാറാത്ത രീതിയിലാണ് അത്തരം നാടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, കാഴ്ചകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലും അള്ളാഹുവിൻ്റെ കീഴിലുമാണ് ഉലകത്തിലുള്ളതെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് വലിയ പാടുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വാഗ്ദാനം നൽകിയത് വിശ്വാസികൾക്ക് പുലർത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനം അള്ളാഹു നൽകുക തന്നെ ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് ഏറ്റുവാങ്ങാൻ യോഗ്യരായിരിക്കണം ആര്? വിശ്വാസ സമൂഹം. അതാണ് വിഷയം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് മുസ്ലിമീങ്ങൾ പല നാടുകളിലും പലയിടങ്ങളിലും പതിതാവസ്ഥയിൽ, സാമൂഹ്യ ശ്രേണിയിൽ പതിതരായി ഗണിക്കപ്പെടുന്നു. പല മുസ്ലിമീങ്ങളും നിഷ്ഠൂരമായ സംഹാര രക്തതാണ്ഡവങ്ങൾക്ക് വിധേയരാണ്. പലരും അഭയാർത്ഥികളാണ്. സ്വന്തം നാട്ടിൽ ആ നാട്ടിലെ പൗരന്മാരാണ് എന്ന് ഉറപ്പിക്കുവാനുള്ള രേഖ പോലും ഇല്ലാത്ത വിധം സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെപ്പോലെ കഴിയുന്ന അവസ്ഥ പല മുസ്ലിമീങ്ങൾക്കും ഉണ്ട് എങ്കിൽ എത്ര ദയനീയമാണ് അവസ്ഥ, സ്ഥിതിവിശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? ഇന്നഹു കാന വഅദുഹു മഅതിയ. അല്ലാഹു അവൻ്റെ വാഗ്ദാനം അവൻ എത്തിക്കുക തന്നെ ചെയ്യും, അതെത്തും. വഅദുല്ലാഹി ഹഖ്, വഅദുല്ലാഹി ഹഖ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ്. വമൻ ഔഫ ബിഅഹദിഹി മിനല്ലാഹ്, അല്ലാഹുവിനോളം വാഗ്ദാനം പുലർത്തുന്നവരായ ആരുണ്ട്? ഇതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വായിക്കാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അല്ലാഹുവിനോളം സത്യസന്ധമായി വർത്തമാനം പറയുന്നവൻ ആരുണ്ട്? സംസാരിക്കുന്നവൻ ആരുണ്ട്? വമൻ ഔഫ ബിഅഹദിഹി മിനല്ലാഹ്, കരാറ് ചെയ്താൽ അത് പൂർത്തീകരിക്കുവാൻ അള്ളാഹുവിനോളം ആരുണ്ട്? ഇതൊക്കെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് വായിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകതകളാണ്. അള്ളാഹു സത്യസന്ധനാണ് വാഗ്ദാനങ്ങളിൽ എന്നതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളും തെളിവുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, വിജയം അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഈ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആളില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് അള്ളാഹിൻ്റെ വാഗ്ദാനമല്ലേ? അള്ളാഹുവിൽ നിന്നാണ് സഹായം. അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. എന്നിട്ടും എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സഹായം എത്തണില്ല? വാഗ്ദാനം നമ്മളിൽ പുലരണില്ല? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിൻ്റെ സഹായം അത് സമീപസ്ഥമാണ്, അടുത്ത് ഭവിക്കാനുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അവൻ്റെ വാഗ്ദാനം പുലർത്തുക തന്നെ ചെയ്യും. പക്ഷേ ആർക്കാണ് അള്ളാഹിൻ്റെ വാഗ്ദാനം? ആർക്കാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം? അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹു പറഞ്ഞ വാഗ്ദാനത്തിന് യോഗ്യരാണോ, നമ്മൾ അതിന് അർഹരാണോ എന്ന് നമ്മൾ ആത്മവിചാരണ നടത്തണം. നമ്മളെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അത് പ്രധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചാതീതനാണ്. അവൻ വാനത്തിനുപരിയിൽ നിന്ന് പടപ്പുകളിലേക്ക്
നോക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകേണ്ട പ്രത്യേകതകൾ, വിശ്വാസികൾക്കുണ്ടാകേണ്ട വിശ്വാസപരമായി, കർമ്മപരമായി, സ്വഭാവപരമായിട്ടുള്ള മേന്മകൾ അത് വിശ്വാസ സമൂഹത്തെ വേർപ്പെടുത്തി നിർത്തുന്നുണ്ടോ മൊത്തം സമൂഹത്തിൽ എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ നോക്കൂ, നമുക്ക് എത്ര വചനങ്ങൾ. വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്ർ അന്നൽ അർള ലില്ലാഹ് അന്നൽ അർള യരിസുഹാ ഇബാദിയസ് സ്വാലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് കതബ്നാ ഫി സബൂർ മിൻ ബഅദി ദിക്ർ. സബൂറിൽ അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. ഉത്ബോധനത്തിന് ശേഷം എന്താ രേഖപ്പെടുത്തിയത്? അന്നൽ അർള്, ഈ ഭൂമി, യരിസുഹ, അതിനെ അനന്തരമാക്കും. ആരി? ഇബാദി, എൻ്റെ ദാസന്മാർ. ഏത് ദാസന്മാർ? അസ്വാലിഹൂൻ, സാലിഹീങ്ങളായ ദാസന്മാർ. സാലിഹീങ്ങളായ എൻ്റെ ദാസന്മാരാണ് ഭൂമിയെ അനന്തരമാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സബൂറിൽ എഴുതി എന്നാണ്. എന്തിനാ സബൂറിൽ എഴുതിയത് നമ്മളോട് പറഞ്ഞ്? എന്താ ഇവിടെ സബൂറിൻ്റെ ഒരു പ്രത്യേകത? അത് നമ്മൾ മനസ്സിലാക്കണം. സബൂർ ആർക്കാണ് അവതരിപ്പിച്ചത്? സബൂർ ദാവൂദ് നബിക്കാണ്. ദാവൂദ് നബിക്ക് അള്ളാഹു സബൂർ നൽകി നമ്മൾ വായിക്കാനാണ്. സബൂർ വേദമാണ്. വേദം അള്ളാഹു ആർക്കാണ് നൽകുക? ഒരു നബിക്കാണ് നൽകുക, റസൂലിനാണ് നൽകുക. അപ്പൊ സബൂർ നൽകിയ റസൂലും നബിയും ദാവൂദാണ്. ആരാ ദാവൂദ്? ദാവൂദ് കർഷക കുടുംബത്തിൽ ഒരു ഇടയനായിരുന്നു. കർഷക കുടുംബത്തിൽ ഒരു ഇടയനായിരുന്നു. ഇടയൻ എന്ന നിലയ്ക്ക് ഇസ്രായേലിൽ ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇടയനായ ദാവൂദ് താലൂത്തിൻ്റെ സൈന്യത്തിൽ ഇടം കണ്ടു, ജാലൂത്തിനെ നേരിട്ടു, ജാലൂത്തിനെ വധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദിനെ അറിവ് പ്രദാനം ചെയ്തു. ദാവൂദ് മികച്ചു. ഒരു പരിഗണനയുമില്ലാത്ത ദാവൂദ് അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുവാൻ യോഗ്യത നേടി. ദാവൂദിനെ നബിയായി, റസൂലായി വാഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സബൂർ നൽകി. മനസ്സിലായി? അള്ളാഹു അദ്ദേഹത്തെ രാജാവാക്കി. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ രാജാവാക്കി. ഇത് ചരിത്രം. അത് അള്ളാഹു ഇവിടെ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നൽ അർള യരിസുഹാ ഇബാദി അസ്സാലിഹൂൻ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാലിഹായ ഒരു ദാസനായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദിനെ അത് കനിഞ്ഞു. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും ആധിപത്യം നൽകും, മേൽക്കോയ്മ നൽകും. എന്ത് വേണം? സ്വലാഹ് എന്നുള്ളത്, സ്വാലിഹ് എന്നുള്ളത് മേൽവിലാസാകണം. അല്ലേ? ഹൃദയത്തിൻ്റെ സ്വലാഹിയത്ത് മുഖ്യമാണ്. മനസ്സ് നന്നാകണം. അതേപോലെ നാവ് നന്നാവണം, കർമ്മങ്ങൾ നന്നാവണം. അങ്ങനെ മനുഷ്യന്മാർ സ്വാലിഹീങ്ങളാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം പുലർത്തും. അതേപോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർ വഅമിലു അസ്വാലിഹാത്ത്, സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു. അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നാണ്. എന്താ വാഗ്ദാനം നൽകിയത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. മുൻഗാമികൾ ഇസ്രായേലരെ പോലുള്ളവർ, അവർക്ക് ഭൂമിയിൽ അള്ളാഹു ഖിലാഫത്ത് നൽകിയതുപോലെ നിങ്ങൾക്കും ഖിലാഫത്ത് നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. അള്ളാഹു തൃപ്തിപ്പെട്ട ദീനിന് അള്ളാഹു ആധിപത്യം അരുളും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. പേടിക്കപ്പുറം അള്ളാഹു നിർഭയത്വം പകരം നൽകും. എല്ലാവരും കൊതിക്കണം, ആഗ്രഹിക്കണം 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, ഭൂമിയിൽ അധീനത, സ്വാധീനം. അതിൻ്റെ വില എത്രയാണ്? ഭൂമിയിൽ സ്വാധീനമുണ്ടാകുന്നതിൻ്റെ, അധീനതയുണ്ടാകുന്നതിൻ്റെ വില എത്രയാണ്? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, പരിസര നാടുകളിൽ, അറാക്കാൻ നാടുകളിൽ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ആ നാട്ടിലെ സാധുക്കളുടെ അവസ്ഥ? അവരാ നാട്ടുകാരാണോ? അതിനെന്താ തെളിവ്? അവർ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ അഭയാർത്ഥികളായി ചെല്ലുന്നിടത്ത് അഭയം ലഭിക്കപ്പെടാത്ത അവസ്ഥ, അഭയാർത്ഥികളായി ചെന്നിടത്ത് ആക്രമിക്കപ്പെടുന്നതായ അവസ്ഥ, കടലിൽ അഭയാർത്ഥികളായിട്ട് അവർ തിരമാലകളോടൊത്ത് പ്രവഹിക്കുമ്പോൾ എന്താണ് അവസ്ഥകൾ? എത്ര മനുഷ്യജീവൻ കടലിൽ ഒതുങ്ങുന്നു?
കടൽ കര പറ്റിയിട്ടുണ്ട് എങ്കിൽ അഭയാർത്ഥികളെ തിരിച്ചു തള്ളാൻ ഒരുമ്പെടുന്ന ആളുകൾ, നിഷ്ഠൂരമായ പീഡന കഥകൾ, അഭിമാനങ്ങൾ ഹനിക്കപ്പെടുന്ന കഥകൾ, ജീവനോടെ ചുട്ടുകൊല്ലപ്പെടുന്ന കഥകൾ, എത്ര ദീന വിലാപങ്ങൾ, വേദനയുടെ രോദനങ്ങൾ, നിരാലംബരരുടെ ദീനരോദനങ്ങൾ, കഷ്ടതകളും വ്യതകളും പേറി എത്ര മനുഷ്യരൂപങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു അധീനതയും സ്വാധീനവും ഭൂമിക്കുപരിയിൽ എത്ര വലുതാണ് എന്ന് നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഞാൻ നിങ്ങൾക്ക് നൽകും. അതേപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടേകിയ മതാണ് ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ഇസ്ലാം അല്ലാത്തതിനെ ദീനായി കാക്ഷിക്കുന്നവരിൽ അള്ളാഹു സ്വീകരിക്കില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയാം. അപ്പോൾ ഇസ്ലാമിന് ഈ ഭൂമിയിൽ അവസരം ഉണ്ടാകുക, സ്വാധീനം ഉണ്ടാകുക എന്നുള്ളത്, ഇസ്ലാം പ്രചരിക്കുക എന്നുള്ളത്, ആളുകൾ ഇസ്ലാം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എത്ര ഹൃദ്യമാണ്, ഇമ്പമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതേപോലെയാണ് വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. പേടിക്കപ്പുറം നിർഭയത്വം. എത്ര വലുതാണ് നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ. മനുഷ്യന്മാർ എന്തിനൊക്കെ പേടിക്കണം ഇന്ന്? ശത്രുവിനെ പേടിക്കണം, രോഗങ്ങളെ പേടിക്കണം, പലവിധ ടെൻഷനുകൾ, അതിനൊക്കെ പേടിക്കണം. പേടി ആരും ഇഷ്ടപ്പെടാത്ത സംഗതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പേടിയല്ല, പകരം നിർഭയത്വം, അമ്ന്, അത് അല്ലാഹു നൽകും എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. വഅദല്ലാഹ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനം. അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആർക്കാ വാഗ്ദാനം? അല്ലദീന ആമനു മിൻകും വഅമിലു അസ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ടവർക്കാണ്, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർക്കാണ്. ഈമാൻ്റെ വിഷയത്തിൽ വരെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പല മുസ്ലിമീങ്ങളുടെയും അവസ്ഥ എന്താ? ഈമാൻ സാക്ഷാത്കൃതമായവർ ആരാ? ഈമാൻ സാക്ഷാത്കൃതമായവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്താ ഈമാൻ കൊണ്ടവരുടെ ലക്ഷണങ്ങൾ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് പേടി വരും എന്നാണ്. അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ പേടി. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവരുടെ നേരെ ഓതപ്പെട്ടാൽ, പാരായണം ചെയ്യപ്പെട്ടാൽ, സാദത്തുഹും ഈമാൻ, അവർക്ക് ഈമാൻ ഏറും എന്നാണ്. ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഖുർആൻ പാരായണം കേട്ടാൽ ഈമാൻ കൂടും എന്നുള്ളതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ തവക്കുൽ, ഭരമേൽപ്പിക്കൽ അവരുടെ റബ്ബിൽ മാത്രമായിരിക്കും എന്നുള്ള, അവരുടെ റബ്ബിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഈ മൂന്ന് സിഫത്തുകൾ മാത്രം എടുത്തു നോക്കി നിങ്ങൾ. ഈമാൻ സാക്ഷാത്കൃതമായ അവസ്ഥ എത്ര മുസ്ലിമീങ്ങളിലുണ്ട്? അല്ലാഹ് എന്ന് പറഞ്ഞാൽ പേടി. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കണം, സഹാബത്തിൻ്റെ ചരിത്രം വായിക്കണം. എങ്ങനെയാണ് അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നത്? സ്വന്തം നാവ് പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നാവ് വിട്ടിട്ട്, നിന്റെ വിഷയത്തിൽ എനിക്ക് ഭയമുണ്ട്, നീയാണ് എനിക്ക് എല്ലാ വിപത്തുക്കളും കൊണ്ടുവന്നത്, കാരണം നാവ് കാരണത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ വീഴ്ത്തപ്പെടുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പേടിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകാൻ കിടക്കുകയാണ്. അപ്പം മകനോട് പറയാണ്, എന്നെ നിലത്ത് കിടത്ത്, മണ്ണിൽ കിടത്ത്. മണ്ണിൽ കിടത്തിയപ്പോൾ വലത്തെ കവിളും ഇടത്തെ കവിളും നിലത്ത് വരതുകയാണ്. എന്നിട്ട് അള്ളാഹിന് മുമ്പിൽ വിനയത്തിൽ വർത്തിക്കണം ആ സമയത്തും. എന്നിട്ട് പറയാണ്, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ വിസ്മരിക്കപ്പെട്ടവനായിരുന്നുവെങ്കിൽ. കാരണം എന്താ? പരലോകത്തെ ഓർത്ത്, പഠിച്ചോനെ ഓർത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ പേടിയാണ്. ഉസ്മാൻ ദിന്നൂറൈൻ ഖബർ കണ്ടാൽ കരയുമായിരുന്നു എന്നാണ്. കാരണം ഖബറിൽ നിന്ന് രക്ഷ കിട്ടിയെങ്കിലേ രക്ഷയുള്ളൂ. പിന്നെ ഖബറിൽ ശിക്ഷയാണ്
പരാജയമാണെങ്കിൽ പിന്നെ ഒക്കെ പരാജയം എന്നുള്ളതാണ്. അറിയിക്കണത് എന്താ? അവരുടെ പേടിയുടെ ഹൃദയമാണ്. ഇങ്ങനെ ഒരു ഭീതിയും പേടിയും വിനയവും അത് മുസ്ലിമീങ്ങളിൽ ദർശിക്കപ്പെടുന്നുണ്ടോ? നമ്മളടക്കം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹിൻ്റെ ആയത്തുകൾ അവർക്ക് നേരെ ഓതപ്പെട്ടാൽ ഈമാൻ കൂടുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹൻ്റെ മാന അറിയുന്നവർ, അർത്ഥം അറിയുന്നവർ എത്രയുണ്ട്? ഓതപ്പെടുന്നത് എന്ത് എന്നുള്ള അറിയണമെങ്കിൽ അതിൻ്റെ മാന അറിയണ്ടേ, അർത്ഥം അറിയണ്ടേ, ആശയം ഉൾക്കൊള്ളണ്ടേ? എത്ര പേരുണ്ട്? റബ്ബിൽ മാത്രമാണ് തവക്കുൽ എന്നുള്ളതാണ്. റബ്ബിൽ മാത്രം തവക്കുൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മൾ റബ്ബിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. എല്ലാം റബ്ബിൽ ചാർത്തുക, ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ റബ്ബിൽ ഏൽപ്പിക്കുന്നതിന് പകരം റബ്ബല്ലാത്തവരെ ആശ്രയിക്കുന്ന അവസ്ഥ പല പീഡിത സമൂഹങ്ങളിലേക്കും കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടെത്തിക്കുന്ന കാഴ്ചകളിൽ കാണാം. കയ്യിൽ ആക്രമിക്കുന്നവൻ്റെ കയ്യിൽ കെട്ടുണ്ട്, ആക്രമിക്കപ്പെടുന്നവൻ്റെ കയ്യിലും കെട്ടുണ്ട്. ആക്രമിക്കുന്നവൻ്റെ കഴുത്തിൽ ഏലസ് ഉണ്ട് എങ്കിൽ ആക്രമിക്കപ്പെടുന്നവൻ്റെ കയ്യിലും ഏലസ് ഉണ്ട്. ഈ ഉമ്മത്ത് നമ്മളുടെ പ്രത്യേകതയല്ലേ? നമുക്കല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആയുധമായിട്ടുള്ളത്. നമ്മളുടെ പ്രത്യേകതയല്ലേ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ആയുധം? നമ്മളുടെ പ്രത്യേകതയല്ലേ അല്ലാഹു അക്ബർ എന്ന ആയുധം? നമ്മുടെ പ്രത്യേകതയല്ലേ ഹസ്ബി അല്ലാഹ് എന്നുള്ള ആയുധം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു ഉമ്മത്ത് ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യഥാവിധം അത് ഇസ്തിർജാ അല്ല, മുസീബത്ത് വന്നാൽ നെറും തലി കൈയ്യട്ടി പറയാനുള്ളതല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. പിന്നെയോ അള്ളാഹിനോട് സഹായം തേടാനുള്ളതാണ്. ശത്രു വന്നാൽ ആ ശത്രുവിന് മുന്നിൽ നമുക്ക് പറയാനുള്ളത് ആയുധ പ്രയോഗങ്ങളെക്കാൾ അപ്പുറം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നത് നമ്മൾ ഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എത്ര വലിയവനായാലും, ശത്രുവിൻ്റെ ആയുധങ്ങൾ എത്ര മൂർച്ചയുള്ളതാണെങ്കിലും ആ മൂർച്ച നൽകി അള്ളാഹ്ക്ക് അത് മൂർച്ചയില്ലാതാക്കാൻ അറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ വായിൽ വെച്ച് പറഞ്ഞതെന്താ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. തീയ് എതിരിൽ വർത്തിച്ചോ, ശത്രുതയിൽ നിലയുറപ്പിച്ചോ, അതിനെ മട്ട് മാറിയില്ലേ, സ്വഭാവം മാറിയില്ലേ? അള്ളാഹുവിലുള്ള തവക്കുലാണ്. ആ തവക്കുൽ യഥാവിധമാണ് എങ്കിൽ നാവിൽ നിന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വരും, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വരും, ഹസ്ബി അല്ലാഹ് എന്ന് വരും, അല്ലാഹു അക്ബർ എന്ന് വരും. അന്ത്യനാളിനോടടുത്ത് മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ വലിയ യുദ്ധം നടക്കുമെന്നാണ്. ദജ്ജാലിൻ്റെ വരവിന് തൊട്ടു മുമ്പ് നടക്കുന്ന ചില യുദ്ധങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കൊണ്ടുവരുന്നത് അവരുടെ ആയുധങ്ങളല്ല, യുദ്ധക്കോപ്പുകളുമല്ല, പിന്നെയോ അല്ലാഹു അക്ബർ എന്ന അവരുടെ പ്രഖ്യാപനമായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ അത് ചൊല്ലേണ്ടവർ യഥാവിധം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ആയുധം. മനസ്സിലായി? ഇങ്ങനെയുള്ള വിളികൾ, ഇങ്ങനെയുള്ള തേട്ടങ്ങൾ, സഹായ വിളികൾ പല മുസ്ലിമീങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുമ്പോൾ പോലും കേൾക്കപ്പെടുന്നില്ല എങ്കിൽ മാത്രമല്ല അള്ളാഹുവിലുള്ള പിടുത്തം വിട്ട് അള്ളാഹു അല്ലാത്തവരെ വിശിഷ്യ ക്ഷുദ്രമായ വസ്തുക്കളെയൊക്കെ അവലംബിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അവരിൽ പുലരുക, അവരിൽ സാക്ഷാത്കൃതാകുക? അത് പ്രധാനമാണ് സഹോദരന്മാർ. ശരിയാണ്, നമ്മൾ മുസ്ലിം ഉമ്മത്തിൻ്റെ വേദന നമ്മുടെ വേദനയാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ വേദന മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു മർദ്ദിതനുണ്ട് എങ്കിൽ ആ മർദ്ദിതൻ്റെ വേദന നമ്മുടെ വേദനയാണ്. അവൻ്റെ ജാതി മത ഇതിൽ വ്യത്യാസമല്ല. എവിടെ എങ്ങു മനുഷ്യനു ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞില്ലേ? അതേപോലെയാണ് നമ്മൾ. അന്യായമായി ആരക്രമിക്കപ്പെട്ടാലും മർദ്ദിക്കപ്പെട്ടാലും അത് നമ്മളുടെ വേദനയായി നമ്മൾ കാണും. അപ്പോൾ നമ്മളുടെ ആദർശത്തിൽ അള്ളാഹു കണ്ണി ചേർത്ത മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കളുടെ വേദന നമ്മളുടെ വേദനയാണ്, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമാണ്. പക്ഷേ ആ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി നമ്മൾ നിലയുറപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരാത്തതിൽ നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഭൂമിയിൽ സ്വാധീനം നൽകും, ദീനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രചരണം നൽകും, പേടിക്കപ്പുറം അള്ളാഹു നിർഭയത്വവും നൽകും. പക്ഷേ എന്ത് വേണം? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ എന്നാണ്.
അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാവിധം നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം അരുളിയത് അള്ളാഹു പുലർത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻ തൻസുറുല്ലാ യൻസുറുക്കും. എന്താ ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുന്നുവെങ്കിൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വ ഇൻ തസ്ബിറു വ തത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈഅ. നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ശത്രുവിൻ്റെ കുതന്ത്രം അത് നിങ്ങൾക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ, വ തത്തഖു, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് എങ്കിൽ, ലാ യദുറുക്കും, നിങ്ങൾക്ക് വിനയാകില്ല, ഉപദ്രവമാവില്ല. എന്ത്? കൈദുഹും, അവരുടെ തന്ത്രം. ആരുടെ തന്ത്രം? ശത്രുവിൻ്റെ തന്ത്രം. ഷൈഅൻ, ഒട്ടും. ഇതല്ലേ. അപ്പം നമ്മളിൽ പുലരേണ്ട കുറേ ഗുണങ്ങളുണ്ട്. അതാണ് ക്ഷമ, അതാണ് തഖ്വ, അതേപോലെ അള്ളാഹിനെ സഹായിക്കുക എന്നുള്ള ഗുണം. ഇതൊക്കെ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവൻ വിശ്വാസികളെ സഹായിക്കും, വിശ്വാസികൾക്ക് രക്ഷ നൽകും. അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളിൽ അള്ളാഹു വാഗ്ദാനം നൽകിയ വിഷയത്തിൽ ശരിയാം വിധം അള്ളാഹു സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഏറ്റുവാങ്ങുവാൻ, അത് നമ്മളിൽ അരുളപ്പെടാൻ നമ്മൾ യോഗ്യരാകണം. എങ്ങനെ യോഗ്യരാകണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിധം നമ്മൾ യോഗ്യരാകണം. കേവലം ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മുസൽമാനാകാൻ നമ്മൾ പാടുള്ളതല്ല. പാസ്പോർട്ട് മുസ്ലിമായി എന്നതുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു മുസ്ലിം ആകാൻ പാടുള്ളതല്ല. പിന്നെ അള്ളാഹു മുസൽമാനിന് പറഞ്ഞ, മുഅ്മിന് പറഞ്ഞ ഗുണഗണങ്ങളുണ്ട്. അത് നമ്മളിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വാഗ്ദാനം ചെയ്ത് നമുക്ക് അരുളുകയും നമ്മളിൽ പുലർത്തുകയും ചെയ്യുക. നമ്മളിവിടെ ഇന്ന് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ അസ്വാദിഖ് എന്ന പേരുമായി ബന്ധപ്പെട്ട് ഏതാനും ഭാഗങ്ങളാണ്, ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ മറ്റൊരു വിഷയം തുടർന്ന് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകളിലും വഴി നടത്തുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവിയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട നല്ലൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു നമ്മെ തൊട്ട് ദൂരീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها استقرارها ورخاءها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.